ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടുള്ളൊരു ബീട്രൂട്ട് തോരനാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഒരു ഇടത്തരം ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പമാണ്. അരിഞ്ഞു വെച്ച ബീട്രൂട്ടിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സവാളയും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് അരിഞ്ഞതും, ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉപ്പ്, 1/2 കപ്പ് തേങ്ങ, ഇവയെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈകൊണ്ട് ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. സാധാരണ നമ്മൾ ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തൊന്ന് ചതച്ചെടുത്തിടുകയും ചെയ്യാറുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 കൊച്ചുള്ളി അരിഞ്ഞതും ഒരു വറ്റൽമുളകും കൂടി ഒടിച്ചിട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് എണ്ണയിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട്. 1 മിനിറ്റ് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി അടുപ്പിച്ച് വെച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇതുപോലെ ഒന്ന് അടുപ്പിച്ച് തട്ടിപ്പൊത്തി കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ച ശേഷം അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ചെറുതായി അരിഞ്ഞു കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. അങ്ങനെ നല്ല രുചിയുള്ള ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.